മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോഴിക്കോട് മുക്കത്ത് ഭിന്നശേഷിക്കാരൻ ഓടിച്ച മുച്ചക്ര ബൈക്കിൽ KSRTC ബസ് ഇടിച്ചു. പലത് സൈഡിലെ ടയറിന് മുകളിലാണ് KSRTC ഇടിച്ചത്. ഭിന്നശേഷിക്കാരൻ രക്ഷപ്പെട്ടത് തലനാരിടയ്ക്ക്. ഇന്നലെ വൈകിട്ട് 4:45 മുക്കം ബസ് സ്റ്റാൻഡിൽ നടന്ന അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഭിന്നശേഷിക്കാരൻ ഓടിച്ച ബൈക്കിലാണ് ഇത്തരത്തിൽ KSRTC ബസ് ഇടിച്ചിരിക്കുന്നത്. നിലവിൽ ഈ ഒരു ഭിന്നശേഷിക്കാരന് എന്തെങ്കിലും പരിക്കേൽക്കുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നോ? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭിന്നശേഷിക്കാരൻ ഓടിച്ച മുച്ചക്ര വാഹനത്തിലാണ് അശ്രദ്ധമായി വന്ന KSRTC ബസ് ഇടിച്ചത്. ഭിന്നശേഷിക്കാരൻ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗത്തുകൂടി റോഡിൻ്റെ അപ്പുറത്തേക്ക് മുച്ചക്ര വാഹനത്തിൽ കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് എതിർവശത്ത് നിന്ന് വന്ന് മുക്കം ബസ് സ്റ്റാൻഡിലേക്ക് കയറുകയായിരുന്ന KSRTC ബസ് അത് ശ്രദ്ധിക്കാതെ, ഈ ഭിന്നശേഷിക്കാരനെ ശ്രദ്ധിക്കാതെ വരികയും ഈ ഭിന്നശേഷിക്കാരൻ ഓടിച്ച മുച്ചക്ര വാഹനത്തിൻ്റെ പിൻ ടയറിൻ്റെ ഭാഗത്തേക്ക് ആ ബസ്സിൻ്റെ ചക്രം കയറുന്ന ഒരു സാഹചര്യവുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരൻ തലനാരിടയ്ക്ക് ഒരു പരിക്കുമേൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഒരല്പം മാറിയിരുന്നെങ്കിൽ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു. ഒരു ഭിന്നശേഷിക്കാരൻ്റെ വാഹനം വരുന്നു എന്നത് പോലും ശ്രദ്ധിക്കാതെയാണ് ഈ KSRTC ഡ്രൈവറുടെ ഒരു അശ്രദ്ധമായ ഡ്രൈവിംഗ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആ അപകടത്തിൻ്റെ ഗൗരവം എത്രമാത്രം വലുതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് 4:45 മുക്കം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഈ ഒരു അപകടം നടന്നത്. ശരി, കോഴിക്കോട് മുക്കത്ത് ഭിന്നശേഷിക്കാരൻ ഓടിച്ച മുച്ചക്ര ബൈക്കിൽ KSRTC ബസ് ഇടിച്ചു. വലത് സൈഡിലെ ടയറിന് മുകളിലാണ് KSRTC ബസ് ഇടിച്ചത്. ഭിന്നശേഷിക്കാരൻ തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇന്നലെ വൈകിട്ട് 4:45 മുക്കം ബസ് സ്റ്റാൻഡിൽ നടന്ന അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.